വീണ്ടും സ്വാഗതം. ചായ മനോഹരമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ബിസ്ക്കറ്റൊക്കെയാണ്, എല്ലാം സ്വാദുള്ളതായിരുന്നല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് വീണ്ടും കാര്യത്തിലേക്ക് കിടക്കാം. PSQ2 നമ്മുടെ പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പേഷ്യൻ്റ് സേഫ്റ്റിയെക്കുറിച്ച് PSQ1 നമ്മൾ വളരെ കൃത്യമായി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ആ കമ്മിറ്റി ഡേറ്റ ഗ്യാദർ ചെയ്യേണ്ടതെന്നും അതിന് ഉപയോഗിക്കേണ്ടുന്ന ടൂൾസിനെ കുറിച്ചും അത് റിവ്യൂ ചെയ്യേണ്ടതിനെക്കുറിച്ചും ഒക്കെ വിശദമായി പഠിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ PSQ2 വരുമ്പോൾ പേഷ്യൻ്റ് സേഫ്റ്റിയുടെ കൂടെ കൂട്ടുകാരനായ പേഷ്യൻ്റ് ക്വാളിറ്റിയെക്കുറിച്ച്, ആ ക്വാളിറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് PSQ2 says that the organization implements a structured quality improvement and continuous monitoring program. ഈ ഒരു സ്റ്റാൻഡേർഡിൽ 9 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളിൽ കൂടെ നമ്മൾ ഒരു ക്വാളിറ്റി സർവീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിന് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആ ഒരു ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന 2 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 2 എക്സലൻസും 5 കമ്മിറ്റ്മെൻറ്റും ചേർന്ന് 9 ഒബ്ജക്റ്റീവ് എലമെൻറ്റിലാണ് നമ്മൾ ഡിസ്കഷൻ നടക്കുക, A മുതൽ I വരെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ നിതിനുമായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കഴിക്കാനായിട്ട് കയറുമ്പോൾ ഹോട്ടലിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഹോട്ടൽ വളരെ സേഫായിട്ട് കുക്ക് ചെയ്യുന്നതെന്നാണ് അവരുടെ റീൽസിലൊക്കെ അവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഒത്തിരി ഡിസ്കഷൻസ് നടന്നു. എന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരിക്കുന്നത്. അവിടെ ആ പ്ലേറ്റൊക്കെ തരുന്നതും ടേബിൾ കീപ്പ് ചെയ്യുന്നതും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ആ സേഫ്റ്റി ഒരു ഇൻഫെക്ഷനൊന്നും ഉണ്ടാകരുത് എന്നുള്ളതിലൊക്കെ അവർ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നു നമുക്ക് മനസ്സിലായി. പക്ഷെ ഫുഡ് എത്തിയപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ആ സേഫ്റ്റിയുടെ ഒപ്പം തന്നെ ആ ഒരു ക്വാളിറ്റി നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ ആൾവേസ് ശ്രമിക്കുന്ന ഒരു ഹോട്ടലാണെന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഫുഡാണ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയത്. അപ്പോൾ സേഫായിരിക്കണം, അതുപോലെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നതൊരു ഫുഡ് കഴിക്കുമ്പം പോലും നമ്മളെ വളരെ എക്സൈറ്റഡ് ആക്കുന്നുണ്ടെങ്കിൽ ആ ഫുഡ് അപ്പോൾ കഴിച്ചങ്ങ് മാറിപ്പോകും. ഒരു ചികിത്സയ്ക്കായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നാൽ അവിടുത്തെ സേഫ്റ്റി, ക്വാളിറ്റി, ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവൻ നാളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ആൻസറുമായിട്ട് അടുത്ത് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ വന്ന മിനിമം ജീവനുമായിട്ടെങ്കിലും തിരിച്ചു പോകാനായിട്ട് പറ്റാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് സേഫ് പ്രാക്ടീസസ് ഉണ്ടാവണം, ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ, നേഴ്സിംഗ് കെയർ ഒക്കെ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടാവണം. അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതിനൊരു പ്രോഗ്രാം നമുക്ക് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതിനൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ കണ്ടതുപോലെ ക്വാളിറ്റിക്കും ഇത് വേണം. സേഫ്റ്റിയിൽ നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ക്വാളിറ്റി, കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലും. അതുപോലെ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഹോസ്പിറ്റലിലെ മേജറായിട്ടുള്ള എല്ലാ ഏരിയകളെയും എലമെൻസിനെയും കവർ ചെയ്ത് ഒരു പ്രോഗ്രാം ആയിരിക്കണം. എല്ലാ ഏരിയകളിലെയും ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തണം. അതിന് കൃത്യമായൊരു ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൃത്യമായ ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നമുക്ക് ആ പ്രോഗ്രാമിൽ കൂടെ നമ്മുടെ ഒരു എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദിസ് പ്രോഗ്രാം അത് ഉറപ്പുവരുത്താൻ പറ്റണം. ഇപ്പം എന്താണ്, നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഈ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കുന്ന കമ്മിറ്റി നമുക്ക് എല്ലാ എലമെൻസിൻ്റെയും ഹോസ്പിറ്റലിൽ കവർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാളിറ്റി അഷുറൻസിന് വേണ്ടി കവർ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് ഒരു കൃത്യമായ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം കവറപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഫോക്കസിങ് അപ്രോപ്രിയേറ്റ് ആണ്, ഓരോ ആവശ്യകത അനുസരിച്ചാണ്. ഒരു പേഷ്യൻറ്റിന് ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതി 2 ദിവസം കിടന്ന് ചികിത്സിച്ചാൽ മതിയാവുന്ന ദിവസം 20 ദിവസം കിടത്തണ്ട. ഒരു മൈനർ ഓപ്പറേഷൻ ചെയ്താൽ ശരിയാകുന്ന അസുഖത്തിന് മേജർ ഓപ്പറേഷനായിട്ട് കൺവെർട്ട് ചെയ്യണ്ട.
നമുക്കൊരു എക്സ്റേ എടുത്താൽ മനസ്സിലാവുന്ന കാര്യത്തിന് വേണ്ടി CT എടുപ്പിക്കേണ്ട, ഇൻഷുറൻസ് അവിടെ ഇരുന്നോട്ടെ. സോ നമ്മുടെ ഓരോ ഡിസിഷൻസും കൃത്യമായി അപ്രോപ്രിയേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് നമുക്കിവിടെ പറ്റണം. അതുപോലെ ഈ ഒരു കമ്മിറ്റിയുടെ ചുമതലകൾ, ഡിസിഷൻസ് ഇതെല്ലാം തന്നെ ഒരു ഇൻഡിവിജ്വൽ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അത് മാനേജ്മെൻറ്റിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, തൻ്റെ ഇടമുള്ള, മിടുക്കുള്ള, നട്ടലിന് ഉറപ്പുള്ള എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലുള്ള ആൾക്കാരെ വേണം ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കാൻ. കാരണം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ചങ്കൂറ്റമുള്ള ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഏൽപ്പിക്കണം. അയാളത് കൃത്യമായി ഡോക്യുമെൻ്റഡ് ആയിട്ട് വേണം ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കോർഡിനേഷൻ നടത്താനായിട്ട്. അത് മാനേജ്മെൻറ്റിനെ ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ അറിയിക്കണം. വാക്കാൽ പറയുന്നതിന് പുറമെ ഈ ഒരു ഡെഫിഷ്യൻസി അങ്ങനെ അറിയിക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നമ്മുടെ എല്ലാ ഓപ്പർച്യൂണിറ്റീസിനെയും, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസിനെയും ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ഓപ്പർച്യൂണിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു റിവ്യൂസ് പ്രീ ഡിഫൈൻഡ് ടൈമുകളിൽ നടത്താൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റണം. നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം നമുക്ക് അറ്റ്ലീസ്റ്റ് വർഷത്തിലൊരിക്കൽ റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. ഇത് നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിലും കണ്ടതാണ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത് തന്നെ നടക്കണം. പക്ഷേ അത് വർഷത്തിലൊരിക്കൽ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു ഫൈനൽ റിവ്യൂവിനും അപ്ഡേഷനും ആണെങ്കിൽ ആൾവേസ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുന്നതിനുള്ള മീറ്റിങ്ങുകളും 3 മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ നടത്തണം. കഴിഞ്ഞതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഓഡിറ്റ് റെഗുലർ കണ്ടക്ട് ചെയ്യണം. റെഗുലർ ഇൻ്റർവെൽസിൽ ഓഡിറ്റ് വേണം. നമ്മൾ ശരിക്കും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് 50 എണ്ണം നമ്മൾ കാണുന്നുണ്ട്. അതിൽ 32 എണ്ണം കമ്പൽസറി നമുക്ക് ഉപയോഗിക്കേണ്ടതും 18 എണ്ണം ഓപ്ഷണലായിട്ട് എടുക്കാവുന്നതുമായ 50ഓളം ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ കൂടെ നടക്കുന്ന, ഓഡിറ്റിൽ കൂടെ നടക്കുന്ന, മോക്ക് ഡ്രിൽസിൽ കൂടെ നടക്കുന്ന ഡേറ്റാസ് മോണിറ്റർ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതിനെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റണം. നേഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് പ്രോഗ്രാം തന്നെ ഉണ്ടാകണം മോണിറ്റർ ചെയ്യപ്പെടാനായിട്ട്. അതിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ അവൈലബിൾ ആണ്. അത്തരത്തിൽ നേഴ്സസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അവരുടെ കെയറിൻ്റെ, നേഴ്സിംഗ് കെയറിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇത്തരത്തിലുള്ള 9 ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാനാണ് PSQ2 നമ്മൾ ശ്രമിക്കുക. PSQ1 നമ്മൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് വളരെ ഈസിയാണ്. നമുക്ക് PSQ2, the organization implements a structured quality improvement and continuous monitoring program.